ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാനിതാരെയും പേടിപ്പിക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഒരു കോഷൻ തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എത്തനോൾ എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. പെട്രോളും എൻജിൻ ഓയിലുമായിട്ട് എങ്ങനെ മിക്സ് ആകുന്നത്? ഇവൻ തെറ്റല്ലേ പറയുന്നത്? ഈ കാണുന്ന E20 പെട്രോൾ ഉള്ളി നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ E20 ഉണ്ടോ? അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു BS6 വാഹനമാണോ? എന്നാൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു BS6 താഴെയുള്ളൊരു വാഹനമാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു കാര്യം ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിന് വരെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പെട്രോളിൽ പലരും പറയുന്നൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ മിക്സ്ചറും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ എഞ്ചിൻ ഓയിലിന് പണി കിട്ടുന്ന കാര്യം നിങ്ങൾക്കറിയോ? ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ സിസ്റ്റത്തിന് ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ല് വരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ ഇടയ്ക്ക് മാത്രം ചില സമയത്ത് ഫ്യൂവൽ സ്മെല്ല് വരുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫ്യൂവൽ ലീക്ക് ഉണ്ടോ എന്നുള്ള എത്ര പേര് ചെക്ക് ചെയ്തിട്ടുണ്ട്? എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെൽത്ത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യുക എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. അതിലാദ്യം ചെയ്യേണ്ട ഒരു കാര്യം, പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്തായിരിക്കും പോയൊരു ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ ലീക്ക് വരും. അങ്ങനെ ഫ്യൂൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ യാത്ര ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ വേറൊരു വാഹനത്തിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അത് റെഡിയാക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് ഇടയ്ക്കെങ്കിലും ഇട്ടേക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം BS6 താഴോട്ടുള്ള വാഹനത്തിൻ്റെ ഫ്യൂവൽ ലൈൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ E20 ഫ്യൂവൽ കൊണ്ട് തന്നെ ലീക്ക് വരാനൊക്കെ ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാനിതാരെയും പേടിപ്പിക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഒരു കോഷൻ തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഫ്യൂവൽ ടാങ്ക് ഫുൾ ടാങ്ക് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നൊരു കാര്യമാണ്, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവർക്കും, അതായത് ഒരു സാധാരണക്കാരന് ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളൊരു കാര്യം. പക്ഷേ അവിടെ ഞാൻ പറയുന്നൊരു കാര്യം, ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഈ സാധാരണക്കാരൻ റിപ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നൊരു കാശ് വെച്ച് നോക്കാനാണെങ്കിൽ ഒരു ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വലിയ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് കഴിവതും ഒരു ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മിനിമം ഒരു 80% ഫ്യൂവൽ എങ്കിലും ഫില്ല് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ലീക്കിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫ്യൂവൽ ടാങ്കിനകത്ത് എയറിൻ്റെ അംശം ഉണ്ടായിരിക്കുന്ന സമയത്ത്, അതായത് എയർ ഏതായാലും ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു ക്യാനിനകത്ത് പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഉള്ള പോർഷനകത്ത് എയറിൻ്റെ അംശമുണ്ട്. ഈ എയറിലുള്ള മോയ്സ്ചർ കണ്ടന്റിനെ ഈ പറയുന്ന എത്തനോൾ വലിച്ചെടുക്കും. കാരണം E20 ഫ്യൂവൽ പ്രശ്നക്കാരനാണെന്ന് നമുക്കറിയാം. എത്തനോൾ വലിച്ചെടുത്തതിന് ശേഷം ഈ പെട്രോളിനകത്തോട്ട് വാട്ടറിൻ്റെ കണ്ടൻറ്റും വരും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിരുന്ന സമയത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റോ അഥവാ മോയ്സ്ചർ കണ്ടൻറ്റോ ഇവിടെ അധികം ഉണ്ടാകില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 80% അല്ലെങ്കിൽ ഒരു 100% ഫ്യൂവൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഫ്യൂവലിനകത്ത് അഡിറ്റീവ്സ് യൂസ് ചെയ്യാൻ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യുന്ന സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ മാത്രം അത് സേഫാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ഫ്യൂവൽ അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്ന ചിലപ്പം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 40,000-50,000 കോടി ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂവൽ അഡിറ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ നേരെ നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴിയാണ് പോകുന്നത്. അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ലൂസായി, അല്ലെങ്കിൽ അതെല്ലാം കൂടെ അലിഞ്ഞ് ഇഞ്ചക്ടർ ബ്ലോക്കായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതും ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് അഡിറ്റീവ്സ് യൂസ് ചെയ്യണമെന്ന് ഞാൻ മസ്റ്റായിട്ടും പറയില്ല. എന്നാൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് പ്രോബ്ലംസിന് സൊല്യൂഷനാണ്. സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫ് അല്ല എന്നും കൂടെ ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഈ കാര്യം. വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം നമുക്ക് അതിനോട് യൂസ്ഡായി പോകുക എന്നുള്ളത് മാത്രം സാധിക്കത്തുള്ളൂ, ചെറിയ രീതിക്കെങ്കിലും. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തേൽ നമ്മൾ ഇതും കൂടെ യൂസ് ചെയ്യുക, പിന്നെ അടുത്തൊരു 5 ഫുൾ ടാങ്ക് കഴിയുമ്പോഴത്തേക്കും പിന്നെയും യൂസ് ചെയ്യുക എന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കഴിവതും ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിടും, അതിനുശേഷം ഡ്രൈവ് ചെയ്ത് സ്ഥിരം അത്യാവശ്യം ഡ്രൈവ് വരുന്നുള്ളതുകൊണ്ട് ആ ഡ്രൈവിൽ പോകുന്നതുകൊണ്ട് നിലവിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനും യൂസ് ചെയ്യുന്നൊരു BS4 വാഹനം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ത്രോട്ടിൽ ബോഡിയുടെ ക്ലീനിങ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ തന്നെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. നാലാമത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗ് ഇറേഡിയം ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ബേണിങ്, നമ്മുടെ ഫ്യൂവലിൻ്റെ ബേണിങ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാനും
കംപ്ലീറ്റ് ആക്കാനും സാധിക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കുറച്ച് സ്റ്റഡീസിൽ നിന്നും അറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ഇറേഡിയം ആക്കുന്ന സമയത്ത് പ്രൈസ് കൂടുതലാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓട്ടം കുറവുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ഇറേഡിയം ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓട്ടം കൂടുതലുള്ളവർ യൂസ് ചെയ്യേണ്ടതല്ല ഞാൻ പറഞ്ഞു, അവർക്ക് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ്. ഓട്ടം തീരെ കുറവുള്ളവർ മാക്സിമം ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് വരുന്ന പ്രോബ്ലങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇറേഡിയം പ്ലഗ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പ്ലഗ് തന്നെ ഒരു 900 റുപ്പീസ് സംതിങ് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പ്ലസ്സേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം 3 സിലിണ്ടർ ആണെങ്കിൽ 3 അല്ലെങ്കിൽ 4 സിലിണ്ടർ ആണെങ്കിൽ 4 പ്ലഗുകളും മാറ്റുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. 5ാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ സർവീസാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. കാരണം പണ്ടൊക്കെ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കൃത്യം 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. പിന്നെ ഫ്യൂവൽ ഫിൽറ്റേഴ്സ് റീപ്ലേസ് ചെയ്യേണ്ട ചില വാഹനങ്ങളിൽ 40,000 കിലോമീറ്ററിൽ, ചില വാഹനത്തിൽ 80,000 കിലോമീറ്ററിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സെലീറിയോയിൽ ഫ്യൂവൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറഞ്ഞാൽ 80,000 കിലോമീറ്ററാണ്. 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ് അതിൻ്റെ കാലാവധി വരുന്നത്. ഞാൻ ഏകദേശം ഒരു 40,000 ആയപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്ത് വിട്ടു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എന്നാലും ഈ പറയുന്ന E20 പെട്രോള് ചെറിയ രീതിക്കെങ്കിലും ബ്ലോക്ക് ആകാനുള്ള ചാൻസസും അതൊരു സ്റ്റിക്കി ആയിട്ടുള്ള രീതിക്ക്, അത് നമ്മൾ കൂടുതൽ ലോ ഫ്യൂവലായിട്ട് ഓടുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഫ്യൂവൽ ഫിൽറ്റേഴ്സ് നേരത്തെ മാറി വിടുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ 80,000 കിലോമീറ്റർ ഒരു 40,000 കിലോമീറ്ററിൽ നിങ്ങളുടെ ഫ്യൂവൽ ഫിൽറ്റർ മാറേണ്ടതാണെങ്കിൽ ഒരു 30,000 മാറിക്കണം. 80 മാറേണ്ടതാണെങ്കിൽ ഒരു 60 മാറിക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ ഫ്യൂവൽ ഫിൽറ്റേഴ്സ് മാറാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ഇഞ്ചക്ടേഴ്സിന് കംപ്ലയിൻറ്റ് വരാതിരുന്നോളും, വാഹനത്തിൻ്റെ പവർ ലോസോ കാര്യങ്ങളൊന്നും വരാതിരുന്നോളും. ഫ്യൂവൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പവർ ലോസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കൃത്യസമയത്ത് തന്നെ ഫ്യൂവൽ ഫിൽറ്റർ മാറുക. 6ാമത്തെ പോയിന്റ്, ഇതിൻ്റെ മെയിൻ പോയിൻ്റാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കൃത്യസമയത്തിന് മുമ്പ് തന്നെ റീപ്ലേസ് ചെയ്തോണം. ഞാൻ ഈ പറയുന്നതൊക്കെ BS6 താഴോട്ടുള്ള വാഹനത്തിൻ്റെയാണ്. അതായത് BS4, BS3 അങ്ങോട്ടുള്ള വാഹനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എൻജിൻ ഓയിൽ കൃത്യസമയത്തിന് മുമ്പ്, ഇപ്പോൾ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നിങ്ങളുടെ എൻജിൻ ഓയിൽ മാറേണ്ടതെങ്കിൽ ഏകദേശം ഒരു 8,500 കഴിയുമ്പോഴത്തേക്ക് ഓയിൽ മാറിക്കണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലിനകത്ത് എത്തനോളിൻ്റെ കണ്ടൻറ്റ് മിക്സ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കും, എത്തനോൾ എന്ന് പറഞ്ഞാൽ പെട്രോളാണ്, പെട്രോളും എൻജിൻ ഓയിലുമായിട്ട് എങ്ങനെ മിക്സ് ആകുന്നത്? ഇവൻ തെറ്റല്ലേ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 100% അവിടെ മിക്സ് ആകുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ കംപ്രഷൻ സ്റ്റേജ് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് എയർ ഫ്യൂവൽ കംപ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് എയറും ഫ്യൂവലും കൂടെയാണ് കംപ്രസ് ചെയ്ത് നിൽക്കുന്നത്. കുറച്ചെങ്കിലും എയർ ഫ്യൂവൽ മിക്സ്ചർ നേരെ നമ്മുടെ പിസ്റ്റൻ്റെ താഴോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ആ പോകുന്ന ഗ്യാസിനെയാണ് ബ്ലോ ബൈ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്ലോ ബൈ ഗ്യാസ് നേരെ റീസർക്കുലേറ്റ് ചെയ്തത് ക്രാങ്ക് കേസിനകത്തോട്ട് വന്ന് ക്രാങ്ക് കേസിൽ നിന്നാണ് ഇത് മേളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് കേസിനകത്ത് ആരാണുള്ളത്? എൻജിൻ ഓയിലുണ്ട്. ഈ എൻജിൻ ഓയിലുമായിട്ട് ഈ എസ്കേപ്പ് ആകുന്ന പെട്രോളിനെ കഴിഞ്ഞും പ്രശ്നക്കാരനായിട്ടുള്ള എത്തനോൾ എന്ന് പറയുന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഈ എത്തനോൾ ചെറിയ രീതിക്കെങ്കിലും, വളരെ ചെറിയ രീതിക്കെങ്കിലും നമ്മുടെ എൻജിൻ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് എൻജിൻ ഓയിലിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലൊക്കെ പെട്ടെന്ന് ബ്ലാക്ക് ആകുന്നുണ്ട്, വിസ്കോസിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്തോണം. കൃത്യസമയത്തിന് മുമ്പ് എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം കുറച്ച് RPM കയറിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഐഡ്ലിംഗ് ടൈമിലാണ് കൂടുതലും ഈ പറയുന്നൊരു ബ്ലോ ബൈ കൂടുതൽ വരുന്നത്. കാരണം എഞ്ചിൻ ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് വികസിക്കത്തുള്ളൂ. അതുവരെയുള്ള ടൈമിൽ ഈ പറയുന്ന ബ്ലോ ബൈ ഗ്യാസ് താഴോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മിക്സിങ് നടക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞൊരു കാര്യത്തിൽ സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കമൻസ് ഇട്ടോളൂ നിങ്ങളുടെ സംശയം, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി 7ാമത്തെ പോയിന്റ്, നിങ്ങളുടെ വാഹനം കുറേ നാൾ ഡ്രൈവ് ഇല്ലാതെ വെറുതെ നിർത്തിയിട്ടേക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യണമെന്നൊക്കെ പണ്ട് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിട്ടാലും പണിയാണ്. ഏറ്റവും നല്ല ഫ്യൂവൽ ലൈൻസിനകത്തുള്ള ഫ്യൂവൽസ് എല്ലാം ബേൺ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഒട്ടും തന്നെ ഫ്യൂവൽ ഇല്ലാതെ ഇട്ടേക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അത് ഫുള്ള് പോയെന്ന് ഉറപ്പ് വരുത്തുക. എൻജിൻ മൊത്തത്തിൽ ഒരു തുള്ളി ഫ്യൂവൽ പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇട്ടിട്ട് പോകുന്നതെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇനി നമ്മൾ ഫ്യൂവൽ ഇട്ടേച്ചും പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ എത്തനോൾ കണ്ടൻറ്റ് ജെല്ലി ഫീൽ, അതൊരു ജെല്ല് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഫീലായിട്ട് തന്നെ ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്ന പെട്രോളിലൊക്കെ, അല്ലെങ്കിൽ അത് ആവിയായി പോയി കഴിയുമ്പോൾ ഈ ഒരു സംഗതി ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഭാവിയിൽ നമ്മുടെ വാഹനത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ആകാനൊക്കെ പ്രശ്നങ്ങൾ വരും. ഇനി
ലാസ്റ്റ് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. 8ാമത്തെ പോയിന്റ്. എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിന്, അതായത് BS6 താഴോട്ടുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എത്തനോളിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ അതിൽ അഡിറ്റീവ്സ് ഇൻബിൽറ്റ് തന്നെ വരുന്നുണ്ട്. അതായത് അവർ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷേ സാമ്പത്തികം ഭയങ്കര കൂടുതലാണ്. കാരണം നോർമൽ 1 ലിറ്റർ പെട്രോളിൻ്റെ ഇന്നത്തെ വില 114 രൂപ വരുന്ന സ്ഥാനത്ത് പ്രീമിയം പെട്രോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ 124 രൂപയാണ് വരുന്നത്. 1 ലിറ്ററിൽ 10 രൂപയുടെ വ്യത്യാസം, 10 ലിറ്ററിൽ 100 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിങ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്യാമെന്ന് ഞാൻ പറയും. നേരത്തെ ഇത്രയും വ്യത്യാസം ഇല്ലായിരുന്നു. ഏകദേശം ഒരു 5 രൂപ അടുപ്പിച്ചൊക്കെ വ്യത്യാസമുള്ള സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രീമിയം പെട്രോൾ നല്ലതാണെന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ 10 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ എമൗണ്ട് അല്ല, അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രീമിയം പെട്രോൾ ഫില്ല് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ വാഹനത്തിന് ഓട്ടം കുറവാണെങ്കിൽ വാഹനം കൊടുക്കുക. എന്നിട്ട് ഒരു പുതിയ BS6 വാഹനം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത്രയും കണ്ടും പ്രശ്നങ്ങൾ വരില്ല.